നമസ്കാരം. A1 ന്യൂസിലേക്ക് സ്വാഗതം. പയ്യന്നൂർ ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര IT മേളകൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ, JMUP സ്കൂൾ, സെന്റ് ജോസഫ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് മേള നടക്കുന്നത്. ഒക്ടോബർ 4 നടക്കുന്ന ഉപജില്ലാ ശാസ്ത്രമേളയിൽ സബ് ജില്ലയിലെ 99 സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വിളിച്ചു ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, പയ്യന്നൂർ AEO TV ജ്യോതി ബസു, സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ജസ്റ്റിൻ മാത്യു, ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ M പ്രദീപ്, ട്രഷറർ CV ബാബു, രമേശൻ കാന, സബ് ജില്ലാ മാക്സ് കൺവീനർ KV പ്രകാശൻ, പ്രോഗ്രാം കൺവീനർ സാൽവി സെബാസ്റ്റ്യൻ, സ്കൂൾ PTA പ്രസിഡന്റ് KA സജി എന്നിവർ പങ്കെടുത്തു. ശാസ്ത്രമേളയ്ക്ക് ചെറുപുഴ ആതിഥ്യം വരികയാണ്. വർക്ക് എക്സ്പീരിയൻസ്, IT, സോഷ്യൽ സയൻസ്, മാത്സ് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. പയ്യന്നൂർ സബ് ജില്ലയിലെ 99 സ്കൂളുകളിൽ നിന്നായി 3200ഓളം കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുക. പാർട്ടിസിപ്പൻസ് 3200 പേരും, എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ് ഒരു 500 പേര് ഉണ്ടാവും. ജഡ്ജസ് ഇതിന് പുറമെയാണ്. പിന്നെ ഒഫീഷ്യൽസ്, കുറച്ച് പാരൻസ് ഒക്കെ വരും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 4500 ആള് നാളെ രാവിലെ വൈകുന്നവരെ ഇവിടെ ഉണ്ടാവുമെന്ന് കണക്കാക്കിയിട്ടുണ്ട്. 3 വെല്ലുവിലായിട്ടാണ് ഇത് നടക്കുക. അതൊക്കെ ജസ്റ്റിൻ സാർ പറയും. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് 3 സ്കൂളുകളിലായിട്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ 1.5 മാസത്തോളമായി നമ്മുടെ മലയോര പ്രദേശം മുഴുവനും ഒരു ശാസ്ത്രമേള ഏറ്റവും ഭംഗിയായി, ഏറ്റവും വിജയകരമായി ഇവിടെ പങ്കെടുക്കുന്ന, ഇവിടെ എത്തിച്ചേരുന്ന മത്സരാർത്ഥികൾക്കും എസ്കോർട്ടിംഗ് ടീച്ചേഴ്സിനും രക്ഷിതാക്കൾക്കും യാതൊരു പ്രയാസമില്ലാത്ത രീതിയിലുള്ള പങ്കാളിത്തവും അതുപോലെ തന്നെ അവരെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയ ആദ്യത്തെ സംഘാടക സമിതിയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആത്മവിശ്വാസം തന്നത്. ആ സംഘാടക സമിതി ഈ നാടിൻ്റെ ഒരു പരിച്ഛേദം തന്നെ അവിടെ എത്തിച്ചേർന്നിരുന്നു. അവരുടെ പിന്തുണയാണ് ഇത്ര നന്നായിട്ട് ഈ ഒരുക്കങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം പ്രസിഡന്റ് പറഞ്ഞു ഏകദേശം 3500ഓളം വരും. കാരണം 3200 ഇവിടെ നാളെ വരാൻ പോകുന്ന കുട്ടികളും 300ഓളം കുട്ടികൾ ഇതിനു മുമ്പേ നടന്ന ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തവരും കൂടിയാണ്. അവരിവിടെ വരില്ലെങ്കിലും ഈ മേളയുടെ ഭാഗമാണ് അവർ. അപ്പോൾ മൊത്തം 4500ഓളം ആളുകൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുക, അങ്ങനെയുള്ള അതിൻ്റെ ഭാരിച്ച സാമ്പത്തിക അവസ്ഥയുണ്ട്. ഇപ്പോൾ ഗവൺമെന്റിൽ നിന്ന് കാലാകാലങ്ങളായി ലഭിക്കുന്നത് മൊത്തം കളക്ഷനിൽ നിന്നും 60%, 40% ബഹുമാനപ്പെട്ട DDക്ക് ജില്ലാ മേള നടത്താൻ വേണ്ടി നമ്മൾ കൊടുക്കണം. ബാക്കിയുള്ള 60%-ത്തിനാണ് ശാസ്ത്രമേളയും അതുപോലെ തന്നെ കായികമേളയും അതുപോലെ തന്നെ വിദ്യാരംഗവും മറ്റെല്ലാ കലോത്സവവും അടക്കം നടത്തണം. ബാക്കി വരുന്ന 60%-ത്തിൽ പകുതി കലോത്സവത്തിന് കൊടുക്കണം. ബാക്കി വരുന്ന പകുതിയാണ് ശാസ്ത്രമേളക്കും കായികമേളക്കും വിദ്യാരംഗത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വളരെ പരിമിതമായൊരു സാമ്പത്തിക അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് നാട്ടിലിറങ്ങി നമ്മൾ ജനങ്ങളെ സമീപിച്ചത്. രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഇതിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുക, മറ്റൊന്ന് ജനപങ്കാളിത്തത്തോടു കൂടി ഇത് നടത്തി വിജയിപ്പിക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹവും കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ സാധിച്ചു. നല്ല രീതിയിലുള്ള പിന്തുണ മാധ്യമങ്ങളും നാട്ടുകാരും എല്ലാവരും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിന്റെ പേരിലാണ് നാളത്തെ മേളയ്ക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടന്നിട്ടുണ്ട്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ സൂചിപ്പിക്കുകയാണ്. 2 ദിവസമാണ് സാധാരണ നമ്മൾ ശാസ്ത്രമേള എല്ലാ സബ് ജില്ലയിലും നടത്താറ്. പക്ഷെ ഇത്തവണ നമ്മൾ പരമാവധി നമുക്ക് നമ്മുടെ കുട്ടികളെ ഇവിടെ 2 ദിവസം ഈ മലയോര ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ പ്രായോഗിക പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ 1 ദിവസം കൊണ്ട് നടത്താൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ആസൂത്രണ യോഗത്തിൽ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി നമ്മുടെ സെന്റ് മേരീസ് ആണ് ഇതിന് ആതിഥേയത്വം വഹിക്കുന്നത്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി JMUPയും അതുപോലെ തന്നെ സെന്റ് ജോസഫ് മുന്നോട്ട് വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് ഏറ്റവും അധികം പങ്കാളിത്തമുള്ള ഏറ്റവും അധികം മത്സരാർത്ഥികൾ എന്ന് വെച്ചാൽ 136 ഐറ്റം ആണ് വർക്ക് എക്സ്പീരിയൻസിൽ ഉണ്ടാവുക. അൺഒഫീഷ്യൽസ് ആയിട്ട് പ്രധാനമായിട്ടും നമ്മുടെ ഈ തൊട്ടടുത്ത വിദ്യാലയങ്ങളിൽ അധ്യാപകർ
അവരൊക്കെ എത്തിച്ചേരും. അതിനൊക്കെ ലിസ്റ്റ് തയ്യാറാക്കി മെയിൽ അയച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ഈ ഉപജില്ലകളിലെ അധ്യാപകരും HM ഫോറം പ്രൈമറി HMസിന്റെ എല്ലാ പ്രധാന അധ്യാപകരും ഇവിടെ എത്തിച്ചേരും. അവര് ഒഫീഷ്യൽസ് ആയിട്ട് എവിടെയൊക്കെ എന്തൊക്കെ വേണം അതനുസരിച്ച് അവർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ രീതിയിലും ഞങ്ങൾക്ക് ഇതിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. നമ്മളെ സംബന്ധിച്ച് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. JMUP സ്കൂളിന്റെ മാനേജ്മെന്റ്, അതുപോലെ സ്റ്റാഫ്, സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിന്റെ മാനേജ്മെന്റ്, സ്റ്റാഫ് എല്ലാവരുടെയും പരിപൂർണ സഹകരണമുണ്ട്. അതുപോലെ അവരുടെ എല്ലാം PTA നേതൃത്വത്തിൽ അവിടെ എല്ലാം ഒരുക്കങ്ങൾ അവർ പൂർത്തിയാക്കി. നാളെ രാവിലെ തന്നെ കുട്ടികൾ ഏകദേശം ഒരു 8 മണി കഴിയുന്നതോടുകൂടി ദൂരസ്ഥലത്ത് നിന്നുള്ള കുട്ടികളോട് വരും. അവർക്ക് വേണ്ട പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയുള്ള ഉച്ചഭക്ഷണവും തയ്യാറാക്കുന്നുണ്ട്. അത് നാട്ടിലെ ഒരു ജനകീയ കമ്മിറ്റി തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. അത് ഓരോ സ്കൂളിലേക്കും അവിടുത്തെ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എത്തിച്ച് കുട്ടികൾക്ക് ഗ്രീൻ പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ടാണ് ഭക്ഷണ വിതരണം നടത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ ടിഫിൻ ബോക്സ് കൊണ്ടുവന്ന് അവിടുന്ന് ഭക്ഷണം ശേഖരിച്ച് കഴിക്കാനുള്ള സൗകര്യമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഏകദേശം 400ഓളം വാളണ്ടിയർമാർ 3 സ്കൂളിലും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. NCC, SPC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കെയർസ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ സേവനമുണ്ട്. അത് സെന്റ് മേരീസിൽ വെച്ച് നടത്തും. അതുപോലെ തന്നെ ഗണിതം JMUPയിൽ വെച്ച് നടത്തും. അതോടൊപ്പം സോഷ്യൽ സയൻസ് തുടങ്ങിയിട്ടുള്ള ശാസ്ത്ര വിഷയങ്ങളുടെ പ്രവർത്തന മേള നമ്മുടെ തൊട്ടടുത്ത സെന്റ് ജോസഫിൽ വെച്ചിട്ടാണ് നടത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും ഇതുവരെയായിട്ട് എല്ലാ അധ്യാപകരും എല്ലാവരും കൂടിയിട്ട് അനധ്യാപക ജീവനക്കാരും കൂടി ചെയ്തതാണ്. മാനേജ്മെന്റും എല്ലാവരും സഹായം ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേരുന്ന പലപ്പോഴും ചിലപ്പോ കുട്ടികളും മത്സരാർത്ഥികളായിട്ട് വരുന്ന കുട്ടികളും എസ്കോർട്ടിംഗ് ടീച്ചേഴ്സും സെന്റ് മേരീസിൽ മാത്രം ഇറങ്ങിയിട്ട് ഇവിടുന്ന് 2 വേദികളിലേക്ക് പോകാനുള്ള പ്രായോഗിക പ്രയാസം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ വാഹന സൗകര്യം സെന്റ് മേരീസിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ ഏർപ്പാട് നമ്മുടെ തൊട്ടടുത്ത അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഭക്ഷണം അവിടുത്തെ 3 വെരിയിലേക്ക് നമ്മൾ അത് എത്തിച്ചു കൊടുക്കും. അപ്പം അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ച് വെജിറ്റബിൾ ബിരിയാണിയാണ് നമുക്ക് കൊടുക്കാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന, ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരുക്കങ്ങൾ നടന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ ഇത്തവണ നമ്മുടെ മേളയുടെ ഒരു പ്രത്യേകത, അതായത് നമ്മളെ ഏറ്റവും ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് ഈ വിദ്യാലയത്തിൽ ഒരു തരത്തിലുള്ള മാലിന്യവും അവശേഷിപ്പിക്കാതെ, യാതൊരു മാലിന്യവും ഇവിടെ ഉണ്ടാക്കാത്ത രീതിയിൽ ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികളും ടിഫിൻ ബോക്സ് കൊണ്ടുവരും. ആ ടിഫിൻ ബോക്സിൽ ഞങ്ങൾ ഭക്ഷണം പകർന്നു നൽകുകയും കുടിക്കാനുള്ള വെള്ളം കുടിക്കാനുള്ള ഗ്ലാസും മക്കൾ കൊണ്ടുവരാനുള്ള നിർദ്ദേശം കൊടുത്തു, മെയിൽ ചെയ്തു. അതിനുള്ള മീറ്റിങ്ങും എല്ലാ വിദ്യാലയങ്ങളിലും ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി ഞങ്ങളുടെ ഏറ്റവും പ്രധാനമായ ഒരു ഉത്തരവാദിത്തം. അത് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തനം ചെയ്തു വെച്ചിട്ടുണ്ട്. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 920777 5777.